ബീഹാറിലെ വോട്ടർ പട്ടിക വിഷയത്തിൽ പ്രതിഷേധം കടുപ്പിക്കാൻ ഒരുങ്ങുകയാണ് പ്രതിപക്ഷം. പാർലമെന്റിന്റെ ഇരു സഭകളും ഇന്ന് സ്തംഭിക്കാൻ സാധ്യതയുണ്ട്. പുതിയ ഉപരാഷ്ട്രപതി കണ്ടെത്താനുള്ള കൂടിയാലോചനകൾ BJPയുടെ നേതൃത്വത്തിൽ സജീവമായി നടക്കുന്നു. മണിപ്പൂരിലെ രാഷ്ട്രപതി ഭരണം 6 മാസത്തേക്ക് കൂടി നീട്ടാനുള്ള പ്രമേയം ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജ്യസഭയിൽ അവതരിപ്പിക്കുമെന്നും ഡൽഹി റിപ്പോർട്ട്. ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. ബൽറാം, ഗുഡ് മോർണിംഗ്. പറയൂ, ശരിക്കും ഈ ബീഹാറിലെ വോട്ടർ പട്ടിക വിവാദം ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്നു എന്ന രീതിയിൽ രാഹുൽ ഗാന്ധിക്കെതിരെയൊക്കെ സംസാരിച്ചിട്ടുണ്ട്. എന്തായാലും ഈ രംഗം ഡൽഹിയിൽ കൊഴുക്കുകയാണെന്ന് മനസ്സിലാകുന്നു. വെരി ഗുഡ് മോർണിംഗ് SKN. തീർച്ചയായും തെരഞ്ഞെടുപ്പ് കമ്മീഷനും പ്രതിപക്ഷവും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലായി ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണം മാറിയിരിക്കുന്നു. തുടർച്ചയായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ആരോപണങ്ങളുമായി പ്രതിപക്ഷം രംഗത്തുണ്ട്. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി കർണാടകയിലെ ഒരു സീറ്റിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്ക് കൂട്ടുനിന്നു എന്നതടക്കമുള്ള ആരോപണങ്ങൾ, അതിന്റെ തെളിവുകൾ തങ്ങളുടെ കൈവശമുണ്ട് എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അതേസമയം ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണം പൂർണ്ണമായും സുതാര്യമാണ് നിർവഹിക്കുന്നത് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരിക്കുന്നത്. തങ്ങളെ ഭീഷണിപ്പെടുത്തി വരുതിയിലാക്കാൻ ശ്രമിക്കുകയാണ് പ്രതിപക്ഷം എന്നതടക്കമുള്ള പരാമർശങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടായി. ഈ വിഷയം പാർലമെന്റിൽ ഇന്നും വളരെ ശക്തമായി തന്നെ ഉന്നയിക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് ഇന്ത്യ സഖ്യം ഉള്ളത്. ഇന്ന് രാവിലെ പാർലമെന്റ് സമ്മേളിക്കുന്നതിന് മുമ്പായി സഭാ കവാടത്തിൽ മകരദ്വാരത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കും എന്ന് ഇന്ത്യ സഖ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്ലക്കാർഡുകളും മുദ്രാവാക്യങ്ങളുമായുള്ള പ്രതിഷേധം ഇന്നും തുടരും. അതിനുശേഷം സഭയിൽ ഈ വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള നോട്ടീസ് ഇരു സഭകളിലും നൽകാനുള്ള തീരുമാനവും ഇന്ത്യ സഖ്യം എടുത്തിട്ടുണ്ട്. ഇന്നും സഭ സ്തംഭിക്കും എന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ് ഇതോടുകൂടി. അതേസമയം ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസങ്ങൾക്ക് സമാനമായി പ്രതിഷേധം തുടരുമ്പോൾ അതിനെതിരെ കടുത്ത വിമർശനങ്ങളുമായി കേന്ദ്രമന്ത്രിമാരും രംഗത്തുണ്ട് എന്നുള്ളതുമാണ് യാഥാർത്ഥ്യം. ഇതോടൊപ്പം തന്നെയാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് മണിപ്പൂരിന്റെ രാഷ്ട്രപതി ഭരണം നീട്ടുന്നതുമായി ബന്ധപ്പെട്ട 6 മാസത്തേക്ക് കൂടി നീട്ടുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രമേയം രാജ്യസഭയിൽ അവതരിപ്പിക്കുന്നുണ്ട്. നേരത്തെ 6 മാസത്തേക്ക് പ്രഖ്യാപിച്ച രാഷ്ട്രപതി ഭരണം അത് വരുന്ന ഓഗസ്റ്റ് 13 അവസാനിക്കാനിരിക്കെയാണ് 6 മാസത്തേക്ക് കൂടി രാഷ്ട്രപതി ഭരണം നീട്ടുന്ന ഒരു പ്രമേയം അവതരിപ്പിക്കുന്നത്. രാജ്യസഭയെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷത്തിന്റെ മറ്റൊരു നീക്കം എന്നുള്ളത് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറിന്റെ രാജിക്ക് ഇടയുണ്ടായ സാഹചര്യങ്ങൾ ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് നൽകുക എന്നുള്ളതാണ്. ഈ ചർച്ച വേണമെന്ന ആവശ്യം കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ നിഷേധിക്കപ്പെട്ടിരുന്നുവെങ്കിലും ഇത് ആവർത്തിക്കാനുള്ള ഒരു തീരുമാനമാണ് പ്രതിപക്ഷത്തിൻ്റെത്. അതേസമയം പുതിയ ഉപരാഷ്ട്രപതിയെ കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ട് BJP നേതൃത്വത്തിൽ ചർച്ചകൾ തുടരുകയാണ്. നേരത്തെ നിതീഷ് കുമാറിൻ്റെതടക്കമുള്ള പേരുകൾ ഉയർന്നു വന്നിരുന്നുവെങ്കിൽ BJP-കാരനായ ഒരു നേതാവ് തന്നെയായിരിക്കും ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് എത്തുക എന്നാണ് BJP നേതൃത്വത്തിൽ നിന്നും ലഭ്യമാകുന്ന വിവരം. SKN. ഓക്കെ, താങ്ക് യു ബൽറാം നെടുങ്ങാടി.